ഉത്തരേന്ത്യയിൽ അതിശൈത്യമാണ്. ഡൽഹി റൂട്ടിലേക്കുള്ള 22 ട്രെയിനുകൾ വൈകി. കടുത്ത മൂടൽമഞ്ഞിനെ തുടർന്നാണ് ട്രെയിൻ സർവീസുകൾ വൈകുന്നത്. അതിശൈത്യം 3 ദിവസം കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ദിവസങ്ങളായി കൊടും ശൈത്യത്തിന്റെ പിടിയിലാണല്ലോ ഉത്തരേന്ത്യ. എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം ബൽറാം? ഉന്മേഷ്, ദിവസങ്ങളായി കൊടും ശൈത്യത്തിന്റെ പിടിയിലാണ് ഉത്തരേന്ത്യ. പ്രധാനമായും ഇതിൽ മൂടൽമഞ്ഞ്, പുകമഞ്ഞ് എന്നിവയാണ് ജനജീവിതത്തെ അതിസാരമായി ബാധിക്കുന്നത്. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതത്തെ പോലും മൂടൽമഞ്ഞ് ബാധിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ആഴ്ചയോടെ സാഹചര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടിരുന്നു എങ്കിൽ പോലും ജമ്മു കശ്മീർ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ രൂക്ഷമായി ഇപ്പോഴും മൂടൽമഞ്ഞ് തുടരുകയാണ്. കൂടാതെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി മൂടൽ മഞ്ഞ് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും വടക്കൻ മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലയിൽ, ത്രിപുര വരെ നീളുന്ന മേഖലയിൽ ഈ മൂടൽമഞ്ഞ് ബാധിച്ചിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതിശൈത്യം വരുന്ന 3 ദിവസം കൂടി തുടരും എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഡൽഹിയിൽ അതിശൈത്യ സാഹചര്യം ഇല്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഈ സാഹചര്യം അടുത്ത 3 ദിവസം കൂടി തുടരാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഡൽഹിയിലെ സ്കൂളുകളുടെ അവധി ഈ മാസം 10 വരെ നീട്ടാൻ കഴിഞ്ഞ ദിവസം രാത്രി പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നെങ്കിലും അത് പുനഃപരിശോധിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒരു ആശയക്കുഴപ്പത്തെ തുടർന്നാണ് ഈ അവധി, ശൈത്യകാല അവധി നീട്ടിക്കൊണ്ടുള്ള തീരുമാനമെടുത്തത് എന്നും പരിശോധിച്ച് വീണ്ടും ഉത്തരവിറക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ ശൈത്യത്തെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട മുന്നറിയിപ്പുകൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ അടക്കം ജനങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നും അതിശൈത്യ സാഹചര്യത്തിൽ പുറത്തുള്ള അതിരാവിലെ പുറത്ത് നടത്തുന്ന വ്യായാമങ്ങൾ അടക്കം ഉള്ളവ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.